Hey friends, welcome to my channel. ഈ സുന്ദരി കുട്ടിപ്പിന്നെ നോക്കൂ, പുറത്ത് നോക്കിയിരിക്കുക. അത് മനസ്സിലായി നിങ്ങൾക്ക്? ഞങ്ങൾ എന്നൊരു സ്ഥലത്തേക്ക് പോകാൻ ഒഴിവിനെ കണ്ടുപിട്ടി. ചൂട്ട ആവലായിരുന്നു അത്, നല്ല ക്യൂട്ട്സ് ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി ദന്തവാടി ഡാമിലേക്ക് പോകുന്ന വഴിയായിരുന്നു. സിസ്റ്ററിൻ്റെ വീട്ട് വന്നു. അവർ സ്കൂളിൻ്റെ ക്യാമ്പസിലാണ് താമസിക്കുന്നത്. ഇത് സുന്ദരമായ സ്കൂളിൻ്റെ ക്യാമ്പസ്. അവിടെ ഞങ്ങൾ വന്നു. അവിടുന്ന് പോകുമ്പോൾ കണ്ടതാണിത്. അവിടെ ഞങ്ങൾ ഇറങ്ങി ദന്തവാടി ഡാമിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ചെറിയ രസത്തേക്കായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ പോവായിരുന്നു ഇവിടെ ഉണ്ടായതുകൊണ്ട്. പക്ഷെ പിന്നെ അവർ ഞങ്ങളെ വിളിച്ചിട്ട് ഡോറ് തുറന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പം പോയിട്ട് വഴി തുടങ്ങി. അവിടെ കാക്കമാരൊക്കെ ഇരിക്കണ്ടായിരുന്നു. അപ്പം കാക്ക എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഇങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ അപ്പൂപ്പന്മാരൊക്കെ കാക്കാന്ന് പറയും. അപ്പോൾ അവിടെ ഇരിക്കണ്ടായിരുന്നു. ഞങ്ങൾ ഹായ് ചെയ്തു, വഴിയൊക്കെ കളിച്ച് കുട്ടികളെ കണ്ടു. പിന്നെ ഒരു ഫ്രഷായിരുന്നു. അധികം ആൾക്കാരൊന്നും താമസിക്കുന്നില്ല. ഫുൾ അവിടെ എന്ന് വെച്ചാൽ ഫീൽഡാണ്. എന്താ പറയുക, ഫീൽഡാ ഖേത്ത് എന്താ പറയുക, മലയാളത്തിൽ പേര് കിട്ടുന്നില്ല, സോറി, ശരിക്കും കിട്ടാത്തതുകൊണ്ടാട്ടോ. എന്താണ് അറിഞ്ഞിടാ ശരി, മറന്നുപോയി വന്നു. ഇപ്പോൾ കിട്ടുന്നില്ല. എനിക്കറിയാം, അറിയില്ല, പക്ഷെ കിട്ടുന്നില്ല. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അവിടെ എന്താ, അവരൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലം. കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നു. അവിടെ നടന്ന് പോകുമ്പം ഞങ്ങൾക്ക് പേടിയായിരുന്നു. ആക്ച്വലി ഇത് പൂരി മണ്ണ് പോലെ ഇരിക്കുമ്പോൾ കാരങ്ങാനും ഫ്രഷായ കാണാം. അപ്പം ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. രാത്രിയായപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നിട്ട് പിന്നെ നോക്കി അവിടെ സ്ഥലമുണ്ടോ തിരിക്കാനുണ്ടോ എന്നൊക്കെ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് തിരിക്കാനുള്ള സ്ഥലം കിട്ടി. നടന്നു പോകുമ്പോൾ കോവയ്ക്ക ചേട്ടനെ കണ്ടു. ഞാൻ അവിടെ ഇവിടെ നോക്കി കണ്ണടച്ച് കോവയ്ക്ക പറിച്ചെടുത്തു. തോരൻ വയ്ക്കാനുള്ള കോവയ്ക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കോവയ്ക്കയുടെ ഒരു വള്ളി ഞാൻ പറിച്ചെടുത്തു. വീട്ടിൽ കൊണ്ടുപോയിട്ട് നടാൻ. പക്ഷെ നട്ടിട്ടില്ല, കാര്യം ഇപ്പോഴും കിടക്കാതെ. അപ്പം അങ്ങനെ ഞങ്ങൾ നടന്നെത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ കണ്ടു നല്ല പ്രകൃതി ഭംഗിയായ വിശാലമായ സ്ഥലം. വെള്ളത്തിൽ, അത് ആക്ച്വലി നർമ്മദ എന്ന് പറഞ്ഞ വെള്ളമാണ്. നല്ല സുന്ദരമായ സ്ഥലമായിരുന്നു. ഞാനപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിടാവേ. നിങ്ങൾക്ക് കാണാമോ സ്ഥലം? പച്ച പിടിച്ച സ്ഥലം. അവിടെ ഒരു കണ്ടല്ലേ വെള്ളം കണ്ടില്ല? അവിടെയൊക്കെ വെള്ളം. അവിടെ ഒരു ഫീൽ അമ്മച്ച പശുവിനെ നോക്കണ ഒരു കാക്ക ഉണ്ടായിരുന്നു. അപ്പം അവർ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ സ്ഥലത്തിൽ. അപ്പൂപ്പനെ എന്നിട്ട് അപ്പൂപ്പൻ അവിടെ നിന്ന് ഞങ്ങളെ നോക്കുമായിരുന്നു. ഇവരാ ഇവിടേക്ക് വരാൻ. ഇവിടെ നിന്ന് ആരും തോന്നുന്നില്ല ഈ സ്ഥലത്തേക്കൊക്കെ വരും. ആക്ച്വലി ഡാമിൻ്റെ സ്ഥലത്തേക്ക് പോകുള്ളൂ. ഡാം ഒഴിച്ച് വന്ന വെള്ളം ഇതിൽ ഒഴുകുന്ന സ്ഥലത്തൊന്നും ഞങ്ങളെ സമ്മതിക്കണം എന്ന് പറയാമല്ലോ. തപ്പി പിടിച്ച് പോയ സ്ഥലവും ഇത്. പക്ഷേ അവിടെ വരെ പോയിരുന്നെങ്കിൽ ഐ വുഡ് സേ ദാറ്റ് ഇറ്റ് വുഡ് ബി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നമ്മുടെ രണ്ട് ചൂട്ടുക്കളും അവിടെ എത്തിയായിരുന്നു. സിസ്റ്ററിൻ്റെ ഡോട്ടറാണ്, പിന്നെ ബ്രദറും. അങ്ങനെ സിസ്റ്ററും ബ്രദറും അവർ രണ്ടുപേരും എന്ത് ചെയ്തു, അവർ നടന്ന് അങ്ങ് ദൂരെ എത്തി. ഞാനവിടെ നിൽക്കായിരുന്നു. അവിടെ പുറകെ എൻ്റെ സണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവരെല്ലാവരും കൂടെ വരാനായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഈ സ്ഥലം നോക്കുമ്പോൾ രസമാണ്. ഇത് ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടത്താനുള്ള പറ്റിയ സ്ഥലം. ആരുമില്ല, സുഖമായിട്ട് അവിടെ പോയിരുന്നു നമുക്ക് ഷൂട്ട് ചെയ്യാം. അങ്ങനെയായിരുന്നു. രണ്ടുപേരും നടന്നു. ഇവരുടെ പുറകെ ഞാനും നടന്നു. വെച്ചാലോ നമുക്ക് ആ സ്ഥലം. പക്ഷെ എനിക്ക് അവിടെ നോക്കിയപ്പോഴേ കുറേ പശുക്കളെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഒരു വേണ്ട പശുക്കളില്ലാത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇവരാണ് നടപ്പ് തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ ഇവർ വന്നില്ല പുറകെ. അപ്പം ഞാൻ പുറകിലേക്ക് നോക്കുന്ന ഇപ്പായി. എനിക്ക് ഇവരെപ്പോഴാണ് വന്നേ. ഞങ്ങളെ പോയി ഇറങ്ങി അവസാനം അവിടെ എന്നിട്ട് ഞങ്ങൾ ഒരപ്പനോട് സ്ഥലം ചോദിച്ചു. പറഞ്ഞത് കേട്ട് നോക്കാം. നമുക്കൊന്നുമേ മനസ്സിലാക്കി.
നിങ്ങൾക്ക് അവർ രണ്ടാൾക്കാർ പൊണ്ണാന് ആക്ച്വലി ആ രണ്ടാൾക്കാരെ മുമ്പിൽ നടന്നു കൊണ്ട് കാണണം. രണ്ടുപേരും ഒരുമിച്ച് എൻ്റെ ഫ്രണ്ട്സാണത്. അപ്പോൾ അവരുടെ ചക്കറിൽ ഞാൻ ഫോട്ടോ വീഡിയോ എടുക്കാനേ മറന്നുപോയി. പാവം അല്ലെങ്കിൽ ആ അപ്പൂപ്പൻ വീഡിയോയിൽ വന്നേനെ നിങ്ങൾക്ക് കാണാറുണ്ട്. അപ്പൂപ്പൻ ടിപ്പിക്കൽ അവിടുത്തെ ഗുജറാത്തിലെ. അങ്ങനെ ഞങ്ങൾ പോയി അവസാനം ഞങ്ങൾ ഡാമിലെത്തി. ഡാമിലേക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് അവിടേക്ക് കയറണം. അവിടെ സ്ഥലമൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ സ്ഥലമുണ്ട്, താഴത്തു കൂടെ പോകണം, പക്ഷെ പിന്നെ സ്റ്റെപ്പ് കയറേണ്ടി വരും. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യണം. പൈസ ഒന്നും വേണ്ട, ഫ്രീ എൻട്രി ആണ്. പിന്നെ നമുക്ക് കുറച്ച് കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും നടക്കായി. ഞങ്ങൾ അങ്ങനെ നടന്ന് അവസാനം ഞങ്ങൾ ഡാമിലെത്തും. അതിന് മുമ്പ് വഴിയിൽ പോകുമ്പം ഞങ്ങൾ കുറച്ച് ബേർഡ്സിനെ കണ്ടു. പിന്നെ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമായിരുന്നു. പിന്നെ ഇപ്പം മാത്രമല്ല, കുറേ ബേർഡ്സ് ഞങ്ങൾ വേറെ കണ്ടു. നടന്ന് ആക്ച്വലി വയ്യാതായി. ഇത് മദറിൻലോ ഉണ്ടായിരുന്നു, സിസ്റ്ററിൻലോ, ഓരോ കുടുംബ ഒറ്റക്കാൽ, ഹസ്ബൻഡ്, ഞാൻ, എൻ്റെ സൺ, എല്ലാവരും മതിയായി. ഇത് കണ്ടോ 109 BN ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ 1.6 കിലോമീറ്റർ അവിടെ നല്ല അർത്ഥം. ഞങ്ങളിങ്ങനെ നടണം, കുറച്ച് നടക്കണം. നമ്മൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നടക്കേണ്ടി വരും. അങ്ങനെ നടന്ന് കുറച്ച് ദൂരെ എത്തും. അപ്പം ഞങ്ങൾ നടന്ന അവസാനം നമ്മൾ അവിടെ എത്തും. നോക്കി എന്ത് രസമാണ് താഴത്തൊക്കെ നീച്ചെ പോർഷൻ. അങ്ങനെ നമ്മളെ എത്താറായി. ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഡാമിൻ്റെ വെള്ളം അങ്ങനെയാണ്. പിന്നെ അവിടെ ഡാമ് കാണാറുണ്ടല്ലോ നാട്ടിൽ. ഇവിടെയൊക്കെ കുറച്ച് ഡാമൊക്കെ ഉണ്ട്, എന്നാലും കണ്ടും എന്ത് രസമായിട്ടൊക്കെ കിടക്കുന്നത്. പക്ഷെ ഇവിടെ താഴത്തേക്ക് പോകാമെന്നവർ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതവർ ബന്ധാക്കി വെച്ചേക്കാണ്. എന്നുവെച്ചാൽ അവർ പറയണത് അവിടുത്തെ ഡീപ്പാണ്. പക്ഷെ എന്നാലും അവിടെ ഇരുന്ന് കുറേ ആൾക്കാരെ കുളിക്കണ്ടായിരുന്നു. പക്ഷെ അവരെ പോലീസ് ചീത്ത പറയണ്ടായിരുന്നു. എൻ്റെ മോനും സിസ്റ്ററിനോടും മോനും കൂടെ താഴത്തേക്ക് പോകാനൊക്കെ നോക്കി. അവിടെ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആ സ്ഥലം കണ്ടില്ലേ, താഴത്ത് അവർ കുളിക്കുന്ന കുറേ ആൾക്കാർ. അന്ന് ശരിക്കും ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മൾ ആദ്യം ചെയ്യും. അങ്ങനെ അവർ കുളിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ വെള്ളത്തിൽ നടന്നിട്ടാണ്. പക്ഷെ നമുക്ക് താഴത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസും ഇൻസ്റ്റയിലൊക്കെ എടുക്കാനായിട്ട് ഞങ്ങളും പ്രയത്നിച്ച് താഴത്തേക്ക് ഇറങ്ങാനായിട്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ബേർഡ്സ് കൂട്ടുകാരെ കണ്ടു. നോക്കും എന്ത് സുന്ദരമായിട്ടായിരിക്കണേന്ന്. എന്താ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല സുന്ദരികളായ ബേർഡ്സ് ആയിരുന്നു. സുന്ദരന്മാരോ അങ്ങനെ. അപ്പം ഞങ്ങൾ താഴത്തേക്ക് പകുതി ഓൾറെഡി എത്തിക്കഴിഞ്ഞു. എന്താ താഴത്ത് നിൽക്കുന്ന കണ്ടോ, കാത്തിക്ക. എന്നുവെച്ചാൽ ഇവിടുന്ന് ഇതിനകത്തേക്ക് വലിഞ്ഞ് കയറണം. അത് വലിഞ്ഞ് കയറുമ്പോഴത്തേക്ക് നമ്മുടെ മുഴുവൻ അട്ടയാണ്. ഈ അട്ട നമ്മുടെ കാലിൽ പേടിയായിരുന്നു എനിക്ക്. പക്ഷെ എന്നാലും ഞാൻ വലിഞ്ഞ് കയറി. അതേക്കുണ്ടോ ഈ അട്ടകളല്ല സോറി സുന്ദരിപ്പുഴ. നമ്മുടെ അവിടെ സുന്ദരിപ്പുഴ കുറേ ഇങ്ങനെ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടാവുന്നുണ്ടോ, ഈ നടക്കുന്നുണ്ടോ, ഇതാണ് സുന്ദരിപ്പുഴ. എന്നിട്ട് ഞാൻ വന്ന് താഴത്തേക്ക് ഇറങ്ങി സ്റ്റെപ്സ് സിസ്റ്ററിൻ്റെ നല്ല സാധനങ്ങൾ പോകുമ്പോൾ ഞാനും താഴത്തെത്തും. അപ്പം ഞങ്ങളും താഴത്തെത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. നോക്കിയപ്പോൾ ഞാനും അവിടെ താഴത്തിറങ്ങാനും താഴത്ത് ഇറങ്ങിയാൽ ഞാനും ഇവിടെ ഈ കല്ലിൽ കൂടെ ഇങ്ങനെ പോകണം. താഴത്ത് വെള്ളം അവർ ഓൾറെഡി അവിടെ വാർണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. ബി വെയർ ഓഫ് ക്രോക്കഡൈൽസ്. പിന്നെ വെള്ളത്തിൽ ചിലപ്പോൾ ക്രോക്കഡൈൽസ് എങ്ങനെയെങ്കിലും വരാം, പിടിക്കാൻ മതി. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നോ നോട്ട് സപ്പോസ് ടു ഗോ ഡൗൺ. പക്ഷെ അവരൊന്നും കേൾക്കാതെ മറ്റൊരു നോക്കും ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ലാസ്റ്റ് കിട്ടും പോലീസ് വടിയും കൊണ്ട് വന്നിരുന്നു. എന്നിട്ട് അവർ പറയുകയും ചെയ്തു, എന്നിട്ട് ഇങ്ങനെ വീണ് പോയാലേ പ്രശ്നമല്ലേ എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്തു. ഞങ്ങളിവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. കണ്ടില്ല
ഞാൻ ഇൻസ്റ്റാഗ്രാം റീലിടാൻ വേണ്ടി റെഡി ആവായിരുന്നു. പക്ഷെ അത് റീലിട്ടില്ല. റീലിടും. അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാം കണ്ട പിന്നെ തിരിച്ചിറങ്ങുമ്പോഴാണ് ഇത് കണ്ടോ, ഇതൊക്കെ ഭയങ്കര വലിയ വലിയ നമ്മുടെ എന്താ പറയുക എട്ടുകളിയുടെ കുറേ വലിയ ഇത് കണ്ടു, വീടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കടി കാജാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ അങ്ങനെ ഞങ്ങൾ ഇതെന്ത് വാടി കണ്ട് തിരിച്ചിറങ്ങി. ഇനി ഞങ്ങൾ വണ്ടിയിൽ കയറി പോവാം. അപ്പം see you all. Bye.